ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ 2025 സീസണിന് മുന്നോടിയായുള്ള മെഗാ താരലേലം നടക്കാൻ പോവുകയാണ്. ഇതിനു മുന്നോടിയായി താരങ്ങളുടെ കൈമാറ്റങ്ങളും പുതിയ താരങ്ങളെ ടീമിലേക്ക് എത്തിക്കാനുള്ള നീക്കങ്ങളുമെല്ലാം ഫ്രാഞ്ചൈസികൾ സജീവമാക്കുകയാണ്. ആരാധകർ പ്രതീക്ഷിക്കാതെ പല വമ്പൻ മാറ്റങ്ങളും ഇത്തവണ സംഭവിക്കാനാണ് സാധ്യത കൂടുതൽ. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു സാംസൺ പടിയിറങ്ങുമെന്നാണ് റിപ്പോർട്ട്. CSKയിലേക്കാവും സഞ്ജു പോവുകയെന്നാണ് വിവരം. CSKയിലേക്കുള്ള കുടിമാറ്റം സഞ്ജുവിന്റെ കരിയറിനും ഗുണം ചെയ്യുമെന്ന് ഉറപ്പാണ്. അന്താരാഷ്ട്ര മത്സരങ്ങളിൽ കൂടുതൽ അവസരം സഞ്ജുവിന് ലഭിക്കാൻ CSKയിലേക്കുള്ള കൂടുമാറ്റം അദ്ദേഹത്തെ സഹായിച്ചേക്കും. എന്നാൽ സഞ്ജു കൂടുമാറിയാൽ രാജസ്ഥാൻ അത് വലിയ തിരിച്ചടിയാവും. ഇന്ത്യക്കാരനായ മികച്ചൊരു വിക്കറ്റ് കീപ്പറെ രാജസ്ഥാന് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇപ്പോഴിതാ സഞ്ജുവിന് പകരം കേരള താരമായ മുഹമ്മദ് അസ്റുദ്ദീനെ രാജസ്ഥാൻ പരിഗണിക്കണമെന്നാണ് ആരാധകർ പറയുന്നത്. സഞ്ജു സാംസണെ പോലെ അതിവേഗത്തിൽ റൺസ് ഉയർത്താൻ കഴിവുള്ള താരമാണ് അസ്റുദ്ദീൻ. IPLൽ RCBയുടെ ഭാഗമായിട്ടുള്ള താരമാണ് അസ്റുദ്ദീൻ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന് IPL കരാറില്ല. അതുകൊണ്ട് തന്നെ രാജസ്ഥാൻ റോയൽസിന് ലേലത്തിൽ അസ്റുദ്ദീനെ നോട്ടമിടാവുന്നതാണ്. നേരത്തെ തന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് മികവ് കൊണ്ട് അസ്റുദ്ദീൻ എല്ലാവരെയും ഞെട്ടിച്ചതാണ്. സെഞ്ചുറി പ്രകടനമടക്കം താരം നടത്തിയിട്ടുണ്ട്. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ മത്സരത്തിൽ ആലപ്പി റിപ്പിൾസ് നായകനായ അസ്റുദ്ദീൻ വെടിക്കെട്ട് പ്രകടനമാണ് കാഴ്ചവെച്ചത്. 47 പന്തിൽ 92 റൺസാണ് അസ്റുദ്ദീൻ നേടിയത്. ഇതിൽ 9 സിക്സും 3 ഫോറും ഉൾപ്പെടും. സ്പിന്നിനെയും പേസിനെയും കടന്നാക്രമിക്കുന്ന അസ്റുദ്ദീന്റെ ബാറ്റിംഗ് മികവ് കണ്ട് എല്ലാ ഫ്രാഞ്ചൈസികളും നോട്ടമിടാനാണ് സാധ്യത. RCB കളിപ്പിക്കാതെ ഒഴിവാക്കിയ അസ്റുദ്ദീന് ഇത്തവണ ലേലത്തിൽ അവസരം ലഭിക്കാൻ സാധ്യത കൂടുതലാണ്. രാജസ്ഥാൻ റോയൽസിൽ നിന്ന് സഞ്ജു പോയാൽ ടോപ്പ് ഓർഡർ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനെയാണ് രാജസ്ഥാൻ ആവശ്യം. ഈ റോളിൽ അസ്റുദ്ദീൻ അനുയോജ്യനാണ്. രാജസ്ഥാൻ ടീമിനെ നയിക്കാൻ ഏറ്റവും അനുയോജ്യനായി ജോസ് ബട്ട്ലർ ടീമിലുണ്ട്. ഇംഗ്ലണ്ടിനെ T20 ലോകകപ്പ് കിരീടം ചൂടിച്ച നായകനാണ് ബട്ട്ലർ. അതുകൊണ്ട് തന്നെ ബട്ട്ലറിലേക്കായിരിക്കും രാജസ്ഥാന്റെ നായകസ്ഥാനം എത്തുക. സഞ്ജു സാംസൺ ടീം വിട്ടാൽ രാജസ്ഥാന്റെ പ്രകടനത്തെ അത് കാര്യമായി ബാധിച്ചേക്കുമെന്ന് പറയാനാവില്ല. കാരണം സഞ്ജു ഇത്രയും സീസണിലൂടെ ഒരു സീസണിൽ 500-ലധികം റൺസ് അടിച്ചത് 2024 സീസണിലാണ്. പക്ഷേ സഞ്ജു സാംസൺ ടീം വിട്ടാൽ രാജസ്ഥാന്റെ ആരാധക പിന്തുണയിൽ വലിയ കുറവുണ്ടാവുമെന്ന് നിസ്സംശയം പറയാം. സഞ്ജുവിന്റെ കേരളത്തിലെ ഒട്ടുമിക്ക ആരാധകരും രാജസ്ഥാൻ റോയൽസിനെ പിന്തുണയ്ക്കുന്നു. ഇന്ത്യൻ ടീമിലെ സൂപ്പർ താരങ്ങൾക്ക് ലഭിക്കുന്ന ആരാധക പിന്തുണ സഞ്ജുവിനും ലഭിക്കുന്നുണ്ട്. ഇത് IPLൽ രാജസ്ഥാന്റെ ആരാധക പിന്തുണ ഉയർത്താൻ വളരെയധികം സഹായിച്ചിരുന്നു. എന്നാൽ സഞ്ജു രാജസ്ഥാൻ വിട്ടാൽ ഈ ആരാധകരും ടീം വിടും. ഇത് രാജസ്ഥാന് തിരിച്ചടിയാവാൻ സാധ്യതയുണ്ട്. സഞ്ജുവിന് കീഴിൽ ഫൈനൽ കളിച്ചെങ്കിലും കപ്പിലേക്കെത്താൻ രാജസ്ഥാന് സാധിച്ചില്ല. പ്രഥമ സീസണിലെ ചാമ്പ്യന്മാരായ രാജസ്ഥാന് രണ്ടാം കിരീടത്തിലെത്താൻ വലിയൊരു അഴിച്ചുപണി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സഞ്ജു രാജസ്ഥാൻ റോയൽസ് വിട്ടാലും രാജസ്ഥാന്റെ പ്രകടനത്തെ അത് കാര്യമായി ബാധിച്ചേക്കില്ലെന്ന് തന്നെ പറയാം.